ഇത് നടക്കാനൊന്നുമല്ല ഈ ടിം കുക്കിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് അമേരിക്കയിൽ ഇരിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. കാരണം ടിം കുക്ക് വിചാരിച്ചാൽ അമേരിക്കയിൽ ഈ ഐഫോൺ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഐഫോണിന് $3000 മുകളിലേക്കാണ് വില ആകുക അമേരിക്കയിൽ ഉണ്ടാക്കണമെങ്കിൽ. എന്നിട്ട് പിന്നെ അതിൻ്റെ ലാഭം എടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതിൽ ഭേദം ഇന്ത്യയിൽ ഇത് നിർമ്മിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല ട്രംപിനെ ആദ്യ ഘട്ടത്തിൽ ട്രംപ് പ്രസിഡൻ്റ് ആകുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഈ തീരുവ നയത്തെക്കുറിച്ച് വലിയ വിമർശനം ട്രംപിനുണ്ട്. ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഹാർലി ഡേവിഡ്സൺ ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര പൈസ മേടിക്കുന്നു, ഇവിടെ അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ, ഈ പരിസ്ഥിതി നിയമങ്ങൾ, അതൊക്കെ ട്രംപ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ അവിടുത്തെ ഉൽപ്പന്നങ്ങളെ ഇവിടേക്ക് എത്തിക്കുന്നതിൽ തടയുന്നു. ഇതൊക്കെ ട്രംപിൻ്റെ പ്രശ്നം, കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് ഈ പ്രതിരോധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഈ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങളിലും ഒരു തന്ത്രപരമായ നിലപാടുണ്ട്. കാരണം അവിടുത്തെ ഈ ഭൂമിശാസ്ത്രപരമായി അവിടുത്തെ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയ്ക്കുള്ള താല്പര്യം എന്ന് പറയുന്നത് കൃത്യമായി പ്രവർത്തിക്കും. കാരണം ചൈനയ്ക്കെതിരായ തന്ത്രപരമായ ഒരു പാർട്ട്ണറായി ഇന്ത്യ അവിടെ വേണം. അതേസമയം അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് വേണം. മാത്രമല്ല ചരിത്രപരമായ പങ്കാളിത്തം പാകിസ്ഥാനുമായിട്ടാണ്. ഇന്ത്യയുമായി ഈ പറയുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇന്ത്യയുമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയാണ് ട്രംപിൻ്റെ ട്രംപിനുള്ള വിടുവായത്തത്തിലൂടെ തന്നെ സാധ്യമാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്, മറുപടി പറയേണ്ടതുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.